ഞാനപ്പോൾ ആദ്യകാലത്ത് യു എയിൽ വന്നപ്പോൾ എനിക്ക് താമസ സൗകര്യം ഒരുക്കിയ ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്. എൻ്റെ നാട്ടുകാരന് റാഷിദാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വന്നപ്പോൾ വിഷമിച്ച് ഗോൾഡ് സൂക്കിലിരുന്നപ്പോൾ എനിക്ക് മലപ്പുറത്ത് നിന്നുള്ളൊരു വ്യക്തി എന്നെ റൂമിൽ കൊണ്ടുപോയി താമസിപ്പിച്ചായിരുന്നു ഒരു ദിവസത്തേക്ക്. പിറ്റേ ദിവസം വീട്ടിലറിഞ്ഞ് ഞാൻ ആകെ വിഷമത്തിലാണ്, റൂമൊന്നും ശരിയായിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അളിയൻ നസർ അളിയൻ വിളിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ നസർ അളിയൻ്റെ കൂട്ടുകാരനാണ്, അപ്പോൾ റാഷിനെ വിളിച്ചിട്ട് റാഷിയാണ് പിന്നെ റൂം സൗകര്യം ഒരുക്കി തന്നത് അല്ലേ. അപ്പോൾ എൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ഒരു കെട്ട് വാച്ചൊക്കെ ആയിട്ടാണ് വരണത്. ഒരു കെട്ട് വാച്ച് വന്ന് പിറ്റേ ദിവസം അത് എവിടെ നിന്നാണ് മേടിച്ചു? എനിക്ക് സ്ഥലമൊന്നും ഓർമ്മയില്ല. മുർഷിദ് ബസാറിൽ നിന്ന് ഹോൾസെയിൽ വാച്ച് വാങ്ങിയിട്ട് വിസിറ്റ് വന്നിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യായിരുന്നു അന്നത്തെ കാലത്ത്. നമ്മൾ വിസയുള്ളവർ പോലും പേടിക്കും അങ്ങനെ കച്ചവടം ചെയ്യാം. അന്നത്തെ കാലത്ത് സിംഗിൾ ആണല്ലോ, കല്യാണം കഴിച്ചിട്ടില്ല. അതിൻ്റെ അങ്ങനെ ആ വാച്ചുമായിട്ട് വന്നപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി അന്നത്തെ കാലത്തല്ലേ. ഒരുപാട് വർഷം മുമ്പുള്ളതായിരുന്നു. നിങ്ങൾ പോകാൻ നേരം അതിനുശേഷം ഒമാനിലൊക്കെ കണ്ടപ്പോൾ ഒമാനിൽ പോകാനായിട്ട് ഞാൻ ബുറൈമിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ബുറൈമി വഴിയായിരുന്നു. അപ്പോൾ ബുറൈമിൽ എനിക്ക് ഒമാൻ ഫിഷറീസിലെ എന്താ പറയണ സോണി അവിടെ വർക്ക് ചെയ്യുന്ന സോണി എനിക്ക് അവിടെ ഒരാഴ്ച താമസ സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് ഒമാൻ ഫിഷറീസിലെ കരീം വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള തോട്ടത്തെ കരീം വിളിച്ച് പറഞ്ഞിട്ടാണ് അങ്ങനെ സോണി ഹെൽപ്പ് ചെയ്തത്. എഴുവിന സ്വദേശിയായ സോണി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഒമാൻ ഫിഷറീസിലെ ഒരുപാട് പേര് നമുക്ക് ഹെൽപ്പ് ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, അതിനുശേഷം ഒമാനിലാണ് ഞാൻ ഇവിടെ യു എയിൽ കുറച്ച് നാളെയുള്ള നിന്നത്, കുറച്ച് നാളായിരുന്നുള്ളൂ. ഒമാനിലായിരുന്നു ഞാൻ കൂടുതലും. അപ്പോൾ ഇക്കാനൊക്കെ കണ്ടപ്പോൾ ഇക്ക ഉള്ളത് ബെനിയാസിലാണ് കേട്ടോ. ഈ കട അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ബെനിയാസ് ലാൻഡ്മാർക്ക് ഹോട്ടലിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ബെനിയാസ് ലാൻഡ്മാർക്ക്. ഓറിയന്റൽ കിങ് ട്രേഡ് ആണ് ഇതിന്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ ഒരു റിങ് കണ്ടോ എൻ്റെ കയ്യിൽ. ഈ ഒരു റിങ് മേടിച്ചത് ഈ ഒരു തൊട്ടിപ്പുറത്തൊരു കടയുണ്ടായിരുന്നു അല്ലേ. തൊട്ടിപ്പുറത്തൊരു കടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു റിങ് മേടിച്ചത്. എൻ്റെ കയ്യിൽ അന്ന് തൊട്ട് കിടക്കണ ഈ റിങ്ങാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു സിൽവറിൻ്റെ റിങ്ങാട്ടോ. ഇത് എല്ലാവരും ചോദിക്കാറുണ്ട്. അത് ഇവിടെ നിന്ന് മേടിച്ചതാണ്. ഞാനന്ന് തിരിച്ച് പോകാനാട്ടോ. അതിനുശേഷം 2-3 വട്ടം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ താമസിച്ചിട്ടുമുണ്ട് അല്ലേ. ഒരു വട്ടം നമ്മളൊരു 5 വർഷം മുമ്പ് വന്ന് താമസിച്ചിട്ടുണ്ട്, വിസിറ്റിന് വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് ദൈവം ഇത്രയൊക്കെ എത്തിച്ച് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. കാര്യം നമ്മളെ ഓരോ തിരിഞ്ഞു നോക്കലുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ആ മലപ്പുറംകാരെ അന്വേഷിച്ച് ഞാൻ അവിടെ ഒരു ദിവസത്തോളം നിന്നുള്ളൂ. എനിക്ക് സ്ഥലവും എവിടെയെന്നൊക്കെയുള്ള ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അദ്ദേഹത്തിനെ എനിക്ക് കണ്ടുമുട്ടിയില്ല. ഇദ്ദേഹത്തിന് അടുത്ത് ഞാൻ വന്നതാണ്, ഇതിൻ്റെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ബാക്കി വിശേഷം, ഒമാനിലുള്ള വിശേഷം അല്ലെങ്കിൽ ബാക്കിയുള്ള വിശേഷം പിന്നെ പറയാം ഒരു ദിവസം. എൻ്റെ കഥകൾ എങ്ങനെ എത്തി, ജ്വല്ലറി എങ്ങനെ തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം പറയാം. ഓക്കെ, ബൈ.